നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പിന്നെ പോയത് വേറെ നല്ല ഉദ്ദേശം വെച്ചിട്ടാണെങ്കിൽ അതൊന്നും നടക്കില്ല. ഇപ്പൊ നിന്റെ കയ്യിലുള്ള ആ ഫോട്ടോ അത് നിന്നെ ഒരുപാട് ഭയപ്പെടുത്തുന്നുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് പേടിയൊന്നുമില്ലേ? ഞങ്ങൾ എന്തിനാ പേടിക്കുന്നത്? എനിക്ക് ചിക്കൻ ബോക്സ് വരുവാണെങ്കിൽ ഞാൻ അതങ്ങ് സഹിച്ചു. എന്റെ ചേച്ചിക്ക് മര്യാദ എന്ന് പറയുന്ന സാധനം തീരെയില്ല. ആരോട് എപ്പ എങ്ങനെ പെരുമാറണമെന്നൊന്നും അറിയില്ല. ചേച്ചി അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. അച്ഛൻ അവർക്ക് ആവശ്യത്തിന് കൊടുത്തിട്ടുണ്ട്. അവര് പറഞ്ഞതിലും കാര്യമുണ്ട്. ഞാനത് സൂക്ഷിക്കേണ്ടതായിരുന്നു. എന്ത് കാര്യം? ചിക്കൻ ബോക്സ് വന്ന പേഷ്യന്റിനെ നോക്കുന്നവരോടൊപ്പം ഇരുന്ന് ഫുഡ് കഴിക്കാൻ ആരായാലും ഒന്ന് പേടിക്കും. ഫുഡ് കഴിക്കാൻ ഞാൻ അവിടെ വന്നിരിക്കാൻ പാടില്ലായിരുന്നു. പണ്ടത്തെ കാലത്ത് ചിക്കൻ ബോക്സ് മാറാരോഗമായിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇന്ന് അങ്ങനെയല്ലല്ലോ. ഇത് അത്ര വലിയ രോഗമൊന്നും അല്ല. സ്നേഹ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യണമായിരുന്നു എന്ന് നിങ്ങൾക്കും തോന്നുന്നുണ്ടോ? എനിക്കെന്തായാലും അങ്ങനെ തോന്നുന്നൊന്നുമില്ല. ആശുപത്രിയിലായാലും ആരെങ്കിലും കൂടെ പോയി നിൽക്കണ്ടേ? അവന്റെ ചേച്ചി അതിനുള്ള മനസ്സ് കാണിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ബെസ്റ്റ്. സ്നേഹയെ നോക്കാൻ ഏട്ടത്തിയുടെ കൂടെ വരാൻ ഞാൻ തയ്യാറാ. എനിക്കങ്ങനെ പേടിയൊന്നുമില്ല. തൽക്കാലം അതിന്റെ ഒന്നും ആവശ്യമില്ല. സ്നേഹയുടെ കാര്യം നോക്കാൻ ഞാൻ മതി. ഇനി മുതൽ എനിക്കുള്ള ആഹാരം കൂടി നിങ്ങൾ ഔട്ട് ഹൗസിൽ തന്നാ മതി. പരമാവധി സ്നേഹയുടെ അസുഖം മാറുന്നതുവരെ ഇതിനകത്തേക്ക് വരാതെ ഞാൻ ശ്രദ്ധിച്ചോളാം. അവരെന്തെങ്കിലും പറഞ്ഞോന്ന് വെച്ച് എന്തിനാ ആവശ്യമില്ലാത്ത ഓരോന്ന് പറയുന്നേ? ആവശ്യമില്ലാത്തതല്ല. ഒരു കുടുംബത്തിൽ ഒരുമിച്ച് ജീവിക്കുമ്പോൾ നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ പോരാ, മറ്റുള്ളവരെ കൂടി നോക്കണം. അത് മറന്നുപോയത് ഞാനാ. സ്നേഹയുടെ സ്ഥാനത്ത് അവർക്കാണ് ഈ അസുഖം വന്നിരുന്നെങ്കിലോ? അവരെ നമ്മൾ ഇതുപോലെ ഒറ്റപ്പെടുത്തുമായിരുന്നോ? അവരെന്റെ കൂടെപ്പിറപ്പ് തന്നെയാ. പക്ഷേ എനിക്കറിയാം, അങ്ങനെ എന്തെങ്കിലും ഒരു അസുഖം അവർക്ക് വന്നാ ഞാൻ അവർക്കരികിൽ എത്തുന്നതിന് മുന്നേ അവരെ നോക്കാൻ അവിടെ എത്തുന്നത് അർച്ചനേട്ടത്തിയായിരിക്കുമെന്ന്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി അവർക്ക് വേണ്ടേ? ആവശ്യമില്ലാത്ത വാശിയും ശത്രുതയൊക്കെ നിറച്ചു വെച്ചിരിക്കാം അവരുടെ മനസ്സ് നിറയെ. അവരെ പൊളിച്ചെടുക്കാനുള്ള വഴിയൊക്കെ എനിക്കറിയാം. പിന്നെ ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടാ. നിങ്ങൾ അവരോട് ആവശ്യമില്ലാതെ വഴക്കിനൊന്നും പോണ്ട. പിന്നെ എനിക്കവരെ പേടിയൊന്നുമില്ല. പറയാനുള്ളത് ഞാൻ എവിടെയാണെങ്കിലും പറയും. ഇതൊക്കെ നിനക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ട് തോന്നുന്നത്. അവർക്ക് തോന്നിയ കാര്യം പറഞ്ഞു, അത്രേ ഉള്ളൂ. എന്തായാലും ഇനി എനിക്കുള്ള ഭക്ഷണം നിങ്ങൾ ഔട്ട് ഹൗസിലേക്ക് തന്നാ മതി. മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ കാരണം ആർക്കും ഒരു രോഗം ഉണ്ടാവാൻ പാടില്ല. ഇനിയും ബ്ലാക്ക്മെയിൽ ചെയ്യാനാണ് ഉദ്ദേശം? നമ്മൾ തമ്മിൽ പരസ്പരം ഒരു കരാറുണ്ടായിരുന്നു. അത് തെറ്റിച്ചതാരാ? എനിക്കൊരു പേഴ്സണൽ ലൈഫ് ഉണ്ടാവുന്നത് നിനക്ക് ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം. എന്നെ ഒഴിവാക്കിയിട്ട് ഒരു ലൈഫിനെ കുറിച്ച് നീ എപ്പോ ചിന്തിച്ചു തുടങ്ങിയോ അപ്പം മുതൽ നിന്റെ വീഴ്ചയും തുടങ്ങി. ജീവിതകാലം മുഴുവൻ എന്നെ അടിമയാക്കി വെക്കാന്നാണോ നിന്റെ വിചാരം? ഇത്രയും കാലം അടിമയായിട്ടല്ലല്ലോ ജീവിച്ചത്, ആണോ? അടിമയായതുകൊണ്ടാണോ നിന്റെ കുഞ്ഞിനെ ഞാൻ എന്റെ ഉദരത്തിൽ ചുമന്നത്? നഷ്ടപ്പെട്ടു പോയെങ്കിലും എന്റെ വയറ്റിൽ ആദ്യം കുരുത്ത കുഞ്ഞിന്റെ അച്ഛനാണ് നീ. മറ്റെന്തൊക്കെ മറന്നാലും അത് ഞാൻ മറക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? മറക്കേണ്ടത് മറക്കുക തന്നെ വേണം.
നിന്റെ ജീവിതവും എന്റെ ജീവിതവും ഇപ്പൊ രണ്ട് വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ നിന്റെ തോന്നല. നെല്ലിശ്ശേരി വീടിനെ മുഴുവൻ തകർത്തെറിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഒരുമിച്ചൊരു ജീവിതം, അങ്ങനെയൊരു കരാർ നമുക്കിടയിലുള്ളത് നീ എന്താ അങ്ങ് മറന്നുപോയത്? നീ ഒരു കാര്യം മനസ്സിലാക്കണം. നീ കരുതുന്ന ഒന്നുമല്ല ജീവിതം. പകയും പ്രതികാരം തീർക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല, പരസ്പരം സ്നേഹിക്കാൻ കൂടിയുള്ളതാണ് ജീവിതം. അതെനിക്ക് മനസ്സിലാക്കി തന്നത് സ്നേഹയാണ്. നീ ആദ്യം നിന്റെ പ്രതികാര ബുദ്ധി ഉപേക്ഷിക്കുക. നന്ദേട്ടൻ ഒരു പാവമാണ്. അല്പമെങ്കിലും ഒരു ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഇനിയെങ്കിലും നീ അദ്ദേഹത്തെ സ്നേഹിക്കണം. അതിന് എനിക്ക് നിന്റെ ഉപദേശം ആവശ്യമില്ല. നിന്നെ ഉപദേശിക്കാൻ ഞാൻ ആളല്ല. ഇപ്പൊ നീ എന്തിനാ എന്നെ വിളിച്ചത്? അത് പറയും. നീ എപ്പോഴാ തിരിച്ചു വരുന്നത്? എനിക്ക് നിന്നെ ഒന്ന് നേരിട്ട് കാണണം. 2-3 ദിവസം കഴിഞ്ഞ് വരും. ഈ ഒരു സാഹചര്യത്തിൽ നീ ഇവിടുന്ന് മാറിയത് എന്തായാലും നന്നായി. പക്ഷേ ഇനി ഒരിക്കലും എന്നോട് പറയാതെ നീ ഈ നെല്ലിശ്ശേരി വിട്ട് പോകരുത്. പിന്നെ പോയത് വേറെ നല്ല ഉദ്ദേശം വെച്ചിട്ടാണെങ്കിൽ അതൊന്നും നടക്കില്ല. ഇപ്പൊ നിന്റെ കയ്യിലുള്ള ആ ഫോട്ടോ, അത് നിന്നെ ഒരുപാട് ഭയപ്പെടുത്തുന്നുണ്ടെന്ന് എനിക്കറിയാം. ആ ഭയം എപ്പോഴും നിന്റെ ഉള്ളിൽ വേണം. നെല്ലിശ്ശേരിയിൽ തിരിച്ചെത്തുന്നതിന് മുൻപ് ഈ വീടിന് പുറത്തു വെച്ച് നമ്മൾ കണ്ടിരിക്കണം. പറയാനുള്ളത് പറഞ്ഞു തന്നെ തീർക്കാം. നീ ഫോൺ വെക്ക്. എനിക്ക് സ്നേഹയുടെ കോൾ വരുന്നുണ്ട്. ഓ, നിനക്കപ്പ അവളെ അത്രയ്ക്ക് പേടിയല്ലേ? ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലെ സ്നേഹം എന്താണെന്ന് നീ ഇനിയും മനസ്സിലാക്കിയിട്ടില്ല. അത് മനസ്സിലാക്കുമ്പോ നിന്റെ ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടും. ഞാൻ ഫോൺ കട്ട് ചെയ്യാം. ഹലോ, ധനുഷെപ്പോഴാ വരുന്നേ? ഞാൻ ഉടനെ വരാം. എനിക്ക് വല്ലാതെ മിസ് ചെയ്യുന്നു. അത് നിനക്ക് മാത്രമല്ല, എനിക്കും അങ്ങനെ തന്നെയാ. നാളെ കുളിച്ചു കഴിയുന്നതോടെ എന്റെ അസുഖമൊക്കെ മാറുമെന്ന അർച്ചനടുത്ത് പറഞ്ഞു. ആ സമയത്ത് ധനുഷൂടെ ഉണ്ടായിരുന്നെങ്കിൽ. ഞാൻ വരാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.